അപ്പോൾ ടീച്ചറെ 2006 അപേക്ഷിച്ചു കുറച്ചുകൂടി ആത്മവിശ്വാസം 2026 പേരാവൂരിൽ എത്തുമ്പോഴുണ്ട്. ആ കോൺഫിഡൻസോട് കൂടിയാണ് നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം സാധാരണ പറയും തീർച്ച 24 മണിക്കൂർ വോട്ടെണ്ണലിൻ്റെ തലേ ദിവസം 24 യുഗങ്ങളായിട്ടാണ് കടന്നു പോകുന്നതെന്ന്. ഇന്നത്തെ ദിവസം സമയം പോകാൻ വലിയ പാടാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വലിയ ടെൻഷനിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല, പോകുന്നുമില്ല. ഉം, ഉം. കാരണം ഞാൻ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ പാർട്ടി എന്നുള്ള നിലയിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലുള്ള ഒരു പ്രവർത്തനമാണ് പാർലമെൻ്ററി പ്രവർത്തനം. അതിൽ വിജയിച്ചാൽ ആ മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി നല്ല തോതിൽ ഇടപെട്ട് സമയമെടുത്ത് പ്രവർത്തിക്കും. അക്കാര്യത്തിൽ എനിക്ക് ഉറച്ച അഭിപ്രായമുണ്ട്. പദ്ധതികളും ഒക്കെ മനസ്സിലുണ്ട്. ഇനി ജനങ്ങൾ അങ്ങനെയല്ല തീരുമാനിക്കുന്നതെങ്കിൽ എനിക്കിഷ്ടം പോലെ ജോലിയുണ്ട് ചെയ്യാൻ. പക്ഷേ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നത് ഞാൻ പേരാവൂർ മണ്ഡലത്തിൽ വിജയിക്കും, ജനങ്ങൾ എന്നെ വിജയിപ്പിക്കും എന്ന് തന്നെയാണ്. ഈ കോൺഗ്രസിൻ്റെ ഇടയിലേ മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട് ഒരുപാട് പോസ്റ്ററുകളും സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും ഒക്കെ ഉണ്ട്. ഇന്നിപ്പോൾ കുർബാന വരെ നടത്തിയിട്ടുണ്ട് ഒരു നേതാവിന് വേണ്ടിയിട്ട്. മറ്റൊരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് 4 ഫ്ലെക്സാണ് VD സതീശന് വേണ്ടി കണ്ണൂരിൽ മാത്രം വന്നത്. ഈ CPM അധികാരത്തിൽ വന്നാൽ ശൈലജ ടീച്ചർ ഒരുപക്ഷെ വേണ്ടി വന്നാൽ മുഖ്യമന്ത്രിയാവും എന്ന മട്ടിലുള്ള ചില പ്രചരണങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ടീച്ചറിനോട് തന്നെ പലരും നേരിട്ട് ചോദിച്ചിട്ടുണ്ടാവും, രഹസ്യമായിട്ടും അല്ലാതെയും, ടീച്ചറെ മുഖ്യമന്ത്രിയാവുമോ എന്നൊക്കെ. എപ്പോഴെങ്കിലും ഞങ്ങൾ ഒരു മോഹം ഒന്നിങ്ങനെ വന്നിരുന്നോ? ഒരിക്കലുമില്ല. കാരണം എന്താണ് ഇടതുപക്ഷം, എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം എന്ന് ബോധമില്ലാത്തവർക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഉം. ഞങ്ങളാരും അങ്ങനെ ഏതെങ്കിലും ഒരു സാധനം സ്വപ്നം കണ്ട് അതിൻ്റെ പിന്നാലെ പോയി ആൾക്കൂട്ടമുണ്ടാക്കി വാർത്തകൾ ഉണ്ടാക്കി അങ്ങനെ നിൽക്കാറേ ഇല്ല. മാധ്യമങ്ങളിലെല്ലാം വരുന്ന വാർത്തകളെ ഞങ്ങളെല്ലാവരും നിഷേധിച്ചു. കാരണം ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു പാർട്ടിയല്ല. ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് പാർട്ടി സെക്രട്ടേറിയറ്റൊക്കെ ചേർന്ന് പാർട്ടി PBയും എല്ലാം ചേർന്ന് തീരുമാനിച്ചിട്ടാണ് പാർട്ടിയുടെ ആളുകളെ നിശ്ചയിക്കുന്നത്. അത് ഓക്കെ. ചിലപ്പോൾ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ച അതേ രീതിയിൽ വരാം, ചിലപ്പോൾ അങ്ങനെ അല്ലാതെ വരാം. ഞാനൊരിക്കലും ഇപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യവും കേരളത്തിലില്ലല്ലോ. ഇപ്പോൾ സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. ഓക്കെ. വളരെ ശക്തമായിട്ടുള്ള നേതൃത്വമായിരുന്നു അത്. ഞങ്ങളെല്ലാവരും അംഗീകരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു കാര്യം എൻ്റെ മനസ്സിൻ്റെ 4 അയലത്തൂടെ കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. പാർട്ടി വളരെ MLA ആകാൻ റിലാക്സ്ഡ്. നാളെ മത്സരിക്കാൻ നാളെ പറഞ്ഞു, എവിടെ ഞാൻ നിന്നാണ് ടീച്ചറെ മത്സരിക്കും. കാണുന്നത് ഈ MLA ആയി തെരഞ്ഞെടുപ്പിന്റെ കഴിഞ്ഞാൽ കൗണ്ടിങ്? ഞാൻ മിക്കവാറും കുറച്ചു നേരം വീട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ പാർട്ടി DC ഓഫീസിലൊക്കെ ആ രീതിയിൽ നിൽക്കാമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. ഓക്കെ. താങ്ക് യു ടീച്ചർ. ഓൾ ദി ബെസ്റ്റ്. എല്ലാവിധ ആശംസകളും നേരുന്നു. റിസൾട്ട് വരുമ്പോൾ നല്ലൊരു റിസൾട്ട് ആവട്ടെ. കേരളത്തിന് ഗുണകരമായ, മണ്ഡലത്തിന് ഗുണകരമായ റിസൾട്ട് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ടീച്ചർ. താങ്ക് യു.